ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് നാരായണീയം ദശകം 71 കേശിവധവും വ്യോമാസുരവധവുമാണ്. നമ്മൾ അതിൽ കേശിവധമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. 4ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചത് ഈ കേശി എന്ന കുതിരയായിട്ടാണ് ഭഗവാനെ വധിക്കാനായിട്ട് വന്നത് കേശി. അപ്പോൾ ഭഗവാനെ കൊന്നേ അടങ്ങൂ എന്ന് കേശി, അവനെ വിടത്തില്ല എന്ന് ഭഗവാനും നിശ്ചയിച്ച് പോര് അതിഗംഭീരമായി നടക്കുമായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. നമുക്കിനി 5ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 5. ത്വം വാഹദണ്ഡേ കൃതധീഞ്ച വാഹാദണ്ഡം ന്യഥാ തസ്യ മുഖേ തദാനീം തത് വൃദ്ധിരുദ്ധ ശ്വസനോ ഗദാസു സപ്രീഭവൻ അപ്യയം ഐക്യമാകാൽ. ത്വം വാഹദണ്ഡേ കൃതധീഞ്ച വാഹാദണ്ഡം യഥാ തസ്യ മുഖേ തദാനീം തത് വൃദ്ധിരുദ്ധ ശ്വസനോ ഗദാസു സപ്തീഭവൻ അപ്യയം ഐക്യം ആകാൽ. ഇതിൽ പട്ടത്തിരിപ്പാട് പറയുന്നു, ഭഗവാനേ ഗുരുവായൂരപ്പ നാരായണ, ആ കുതിര അത് കേശി ഭഗവാനെ കടിച്ചു കീറാനായി വായു പൊളിച്ചടുത്തപ്പോൾ, വാ കൊണ്ട് കടിച്ചു കീറാനായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് അടുത്തപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ദണ്ടുപോലെ നീളമുള്ളതും ശക്തിയുള്ളതുമായ കൈ അവൻ്റെ വായിൽ കടത്തി അവനെ നിഗ്രഹിക്കാനാഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, ആ കൈ വളർന്ന് വളർന്ന് വലുതായി തടിച്ച് അവന് ശ്വാസഗതി തടഞ്ഞു. ശ്വാസം വിടാനാകാതെ അവൻ കുതിര രൂപത്തിലാണെങ്കിലും ഐക്യം പ്രാപിച്ചു. കാരണം ഭഗവാൻ തന്നെയാണല്ലോ അവനെ എപ്പോഴും വധിച്ചത്. അപ്പോൾ ഭഗവാനിൽ തന്നെ അവൻ ലയിച്ചു. അവൻ മരിച്ചെങ്കിലും ആ ആത്മാവ് ഏകമാണല്ലോ, ആ പരമാത്മാവിൽ തന്നെ അവൻ വിലയം പ്രാപിച്ചു. അവൻ്റെ ആത്മാവ് ഭഗവാനിൽ അത് ലയിച്ച് മോക്ഷം പ്രാപിച്ചു. അപ്പോൾ ആത്മാവ് ഒന്നല്ലേ ഉള്ളൂ, അതിൻ്റെ ഒരു അംശമാണല്ലോ അവനിലും. അപ്പോൾ ഭഗവാൻ തന്നെ വധിച്ചത് കൊണ്ട് അവൻ ഭഗവാൻ തന്നെ ലയിച്ചു. നമുക്ക് 6ാമത്തെ ശ്ലോകം വായിക്കാം. നമുക്കിതിൽ പഠിക്കാനുള്ളത് എന്താണ്? ഒരു ദുഷ്ടനായാലും എങ്ങനെയൊക്കെ ആയാലും ഭഗവാൻ എപ്പോഴും ഒരു ദുഷ്ടത്തരത്തിലെങ്കിലും ഭഗവാൻ അടുത്ത് വന്നോ അവൻ രക്ഷപിടിച്ചു. അപ്പോൾ നമ്മൾ പാപങ്ങൾ ചെയ്താലും നമുക്ക് ഭഗവാൻ തന്നെ കൃഷ്ണ നമുക്ക് ഭയമുണ്ട് എന്നൊരു ചിന്ത കൃഷ്ണനോട് അല്ലെങ്കിൽ പരമാത്മാവിനോടുണ്ടെങ്കിൽ, പരമാത്മാവായ നാരായണനാണല്ലോ കൃഷ്ണനായി വന്നത്. അപ്പോൾ ആ ഈശ്വരനെ തന്നെയാണ് നമ്മൾ ഭഗവാനേ എന്ന് വിളിക്കുന്നത്. കൃഷ്ണൻ്റെ രൂപത്തിൽ വന്നെങ്കിലും അത് പരമാത്മാവാണ്. അതുകൊണ്ട് നമ്മൾ ഭഗവാനേ എന്ന് ഒരു ഭയത്തോടുകൂടിയെങ്കിലും ചിന്തിച്ചാൽ, കാരണം അവൻ്റെ വായിൽ ഭഗവാന്റെ കൈ കടത്തി ശ്വാസം മുട്ടുമ്പോൾ ആ വൈരാഗ്യത്തിലെങ്കിലും അവൻ്റെ മനസ്സിൽ കൃഷ്ണൻ എന്ന് ചിന്തിച്ചു. അതുകൊണ്ടാണ് ഭയന്നായാലും ഭഗവാൻ ലയിക്കാമെന്ന് ഭഗവത്ഗീതയിലും അതുപോലെ തന്നെ ഭാഗവത്തിലൊക്കെ പറയുന്നത് അതാ. ഭയന്നായാലും ഭക്തി കൊണ്ടായാലും ശത്രുവായാലും എങ്ങനെയായാലും ഭഗവാനുള്ള ചിന്ത ഉള്ളിലുണ്ടോ രക്ഷപിടിക്കും. ഇവിടെ ആ കേശിയായി വന്ന അതായത് രൂപമെടുത്തത് കുതിരയായി വന്നെങ്കിലും ആ കേശിക്ക് ഭഗവാനിൽ തന്നെ ലയിക്കാൻ പറ്റി. ഇത് നമുക്ക് പഠിക്കാനൊരു പാഠമാണ്. നമുക്ക് 6ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 6. ആലംഭമാത്രേണ പശോസുരാണാം പ്രസാദകേ നൂതന ഇവ അശ്വമേധേ കൃതേ ത്വയാ ഹർഷവശാൽ സുരേന്ദ്ര ത്വാം തുഷ്ടുവോ കേശവനാമധേയം. ആലംഭമാത്രേണ പശോസുരാണാം പ്രസാദകേ നൂതന ഇവ അശ്വമേധേ കൃതേ ത്വയാ ഹർഷവശാൽ സുരേന്ദ്ര ത്വാം തുഷ്ടുവോ കേശവനാമധേയം. ഇവിടെ പറയുന്നു, സാധാരണയായി അശ്വമേധാദി യാഗങ്ങൾ നടത്തുന്നത് ദേവപ്രീതിക്കാണല്ലോ. കാരണം അശ്വം എന്ന് പറഞ്ഞാൽ കുതിരയാഗം, അതാ അശ്വമേധ യാഗം
പണ്ടൊക്കെ ഇങ്ങനെ നടത്തി ഞാനും കേട്ടിട്ടുണ്ടെന്നല്ലാതെ കുതിരയെ വധിക്കുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതിൽ പറയുന്നത് അങ്ങനെ അശ്വമേധ യാഗങ്ങൾ നടത്തുന്നത് ദേവപ്രീതിക്കാണ്. അതിന് അശ്വത്തെ വധിച്ചാൽ മാത്രം പോരല്ലോ, മറ്റു പല ചടങ്ങുകളും ക്രിയകളും മന്ത്രോച്ചാരണങ്ങളും ഒക്കെ ആവശ്യമാണ്. എന്നാൽ ഇവിടെ ഭഗവാൻ ഈ കുതിരയെ കൊന്ന് ചടങ്ങുകളൊന്നും ക്രിയകളും ഒന്നുമില്ലാതെ കുതിരയെ മാത്രം ഹനിച്ച്, അതായത് കൊന്ന് ദേവപ്രീതി വരുത്തിയ പുതിയ തരം യജ്ഞമാണ് അങ്ങ് നടത്തിയത്. എന്തെന്ന് വെച്ചാൽ ഇവിടെ ദേവന്മാർക്കെല്ലാം സന്തോഷമായി ഈ കുതിരയെ വധിച്ചതുകൊണ്ട്. കാരണം അവർക്കും ഇതുവിനെ കൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ദേവന്മാർക്ക് സന്തോഷമായി. അശ്വമേധ യാഗം കഴിക്കുന്നതും ദേവപ്രീതിക്കാണ്. അപ്പോൾ ഇവിടെ മറ്റ് ചടങ്ങുകളോ മന്ത്രോച്ചാരണങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ഭഗവാൻ ഈ കുതിരയെ വധിച്ചതുകൊണ്ട് ദേവന്മാർക്ക് സന്തോഷമായി. അതുകൊണ്ട് ദേവന്മാരെന്ത് ചെയ്തു? ഭഗവാനെ കേശവൻ എന്ന നാമധേയത്തിൽ വാഴ്ത്തി സ്തുതിച്ചു. കേശി എന്ന അസുരനെ വധിച്ചതുകൊണ്ട് കേശവൻ എന്ന നാമം ഭഗവാന് അറിയപ്പെട്ടു. കേശിയെ വധിച്ചതിൽ ദേവകൾക്ക് അത്ഭുതവും സന്തോഷവും ഉണ്ടായി. എന്തെന്നാൽ കേശി എന്ന അസുരൻ ദേവകൾക്കും ഉപദ്രവകാരനാണ്. അവന് ആയുധം കൊണ്ട് മൃതിയില്ല, ഒരായുധവും അവൻ ഏശുകയില്ല. ആയുധം കൊണ്ട് അവനെ കൊല്ലാൻ സാധ്യവുമല്ല. കാരണം അവന് വരം അങ്ങനെ വാങ്ങിച്ചേക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ ആയുധമൊന്നും എടുക്കാതെ ഭഗവാന്റെ കൈ അവൻ്റെ വായിലിട്ട് അവനെ ശ്വാസം മുട്ടിച്ച് കൊന്നു. എല്ലാം അറിയുന്ന ഭഗവാൻ എന്താണ് അറിയാത്തത്? എന്ത് ചെയ്തും ധർമ്മരക്ഷയും ഭക്തരക്ഷയും ഭഗവാൻ ചെയ്യും. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതാ, ഒരു ഭക്തനായി മാറുക. ഒരു ഭക്തനാണോ ഭഗവാൻ ഭക്തനെ രക്ഷിക്കും. ഭക്തൻ്റെ അഭീഷ്ടങ്ങളെല്ലാം ഭഗവാൻ നൽകുകയും ചെയ്യും. എന്ത് ചെയ്തും ആരെ കൊന്നായാലും ഈ കേശിയെ അതുകൊണ്ടാണ് ഭഗവാൻ വധിച്ചത്. ഇവിടെ ഭൂമിദേവി, അതായത് ഈ ഭക്തന്മാരുടെ ഭൂമിദേവി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ചേരുന്നതാ ഭൂമിദേവി. ഈ ഭക്തന്മാരുടെ സാധുക്കളായവരുടെ വിഷമങ്ങൾ നിലവിളികൾ ഭഗവാന്റെ അടുക്കലേക്ക് എത്തി. അപ്പോഴാണ് ഭഗവാൻ എന്ത് ചെയ്തും, അതായത് കേശിയെ വധിച്ചിട്ടായാലും ധർമ്മത്തെ നിലനിർത്തുകയും ഭക്തന്മാരെ രക്ഷിക്കുകയും ചെയ്യും. അതാണ് പരമാത്മാവായ നാരായണൻ ഭഗവാൻ കൃഷ്ണൻ. നമുക്കത് ഭഗവാൻ ഇങ്ങനെ അവതരിച്ചത് നമുക്ക് എത്രത്തോളം ഇത് മനസ്സിലാകുന്നു. ഭാഗവതം മൊത്തം അതല്ലേ ഇവിടെ ഭട്ടതിരിപ്പാടും ഇത് അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ രോഗം മാറാൻ വേണ്ടി അതെല്ലാം വാഴ്ത്തി ഭഗവാനെ സ്തുതിക്കുന്നു ഗുരുവായൂരപ്പനെ. നമുക്കും പ്രാർത്ഥിക്കാം. നമുക്ക് 7ാമത്തെ ശ്ലോകം കൂടെ വായിക്കാം. ശ്ലോകം 7. കംസായ ദേ ശൗര്യസുതത്വം ഉക്ത്വാ തം തദ്വധോൽക്കം പ്രതിരുധ്യ വാച പ്രാപ്തേന കേശിഷപണ അവസാനേ ശ്രീ നാരദേന ത്വം അഭിഷ്ടുതോ ഭൂ. കംസായ തേ ശൗര്യസുതത്വം ഉക്ത്വാ തം തദ്വധോൽക്കം പ്രതിരുധ്യ വാച പ്രാപ്തേന കേശിഷപണ അവസാനേ ശ്രീനാരദേന ത്വം അഭിഷ്ടുതോ ഭൂ. ഒരിക്കൽ ഭഗവാൻ ഗുരുവായൂരപ്പ കൃഷ്ണ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. നിന്തിരുവടി വാസുദേവ, അതായത് ഭഗവാന്റെ പിതാവായ വസുദേവ പുത്രനാണ് എന്ന് കംസനോട് പറഞ്ഞു. ആരാ? നാരദര്. കൃഷ്ണ ഗുരുവായൂരപ്പ ആര് പറയുന്നു ഇങ്ങനെ? ഭട്ടതിരിപ്പാട്. ഭഗവാൻ കൃഷ്ണൻ വസുദേവ പുത്രനാണെന്ന്, അതായത് ഭഗവാന്റെ പിതാവിൻ്റെ പേരാണ് വസുദേവൻ. അപ്പോൾ വസുദേവരുടെ പുത്രനാണെന്ന് കംസനോട് നാരദൻ പറഞ്ഞു. ഉടനെ കംസൻ വസുദേവരെ കൊല്ലാൻ മുതിർന്നപ്പോൾ അങ്ങനെ വാക്കുകളാൽ തടഞ്ഞു നിർത്തിയ ശ്രീ നാരദൻ കേശിവധം കഴിഞ്ഞപ്പോഴേക്കും ഭഗവാനെ സ്തുതിച്ചു. എന്താ? കംസനോട് ഇത് പറഞ്ഞെങ്കിലല്ലേ കംസൻ എതിർക്കാനായിട്ട് പുറപ്പെടത്തുള്ളൂ. പക്ഷേ എതിർത്തത് ആരോടായിരുന്നപ്പോൾ എതിർക്കാൻ പോയത്? അവസരം പാർത്ത് വസുദേവരോട്. എന്താ അതിന് കാരണം? ഒരിക്കൽ നാരദൻ കംസനോട് പറഞ്ഞു, ഗോകുലത്തിൽ വളരുന്ന കൃഷ്ണൻ നന്ദൻ്റെ പുത്രനല്ല, അത് വസുദേവ പുത്രനാണ്. അത് കേട്ടപ്പോൾ തന്നോട് കള്ളം കാട്ടിയ വസുദേവനെ ഉടനെ കൊന്നിട്ട് തന്നെ കാര്യം എന്ന് നനച്ച് ചാടിയങ്ങ് പുറപ്പെട്ടു. കംസനെ ആ കൃത്യത്തിൽ നിന്ന് തടഞ്ഞു നിർത്തി സമാധാനിപ്പിച്ച ആ നാരദൻ, അതായത് ഭഗവാൻ കൃഷ്ണൻ വസുദേവരുടെ മകനാണ്. അത് നന്ദഗോപരെടുത്ത് അവിടെ കൊണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് നന്ദഗോപർ വളർത്തുന്നത്. അവിടുത്തെ പെൺകുട്ടിയെയാണ് വസുദേവർ തിരിച്ചിവിടെ കൊണ്ടുവന്ന് കംസന് കൊടുത്തത് കൊല്ലാൻ.
ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് എന്തിനാ നാരദൻ അങ്ങനെ ചെയ്യുന്നത്? കംസൻ ഇങ്ങനെ എതിർത്ത് ചാടിയെങ്കിലല്ലേ കൃഷ്ണനുമായിട്ട് മല്ലിട്ട് കംസനെ വധിക്കാൻ പറ്റൂ. അതിനാണ് നാരദൻ ഇത് കാട്ടുന്നത്. പക്ഷേ അത് കേട്ടപ്പോൾ അയാൾ എന്ത് ചെയ്തു? വസുദേവരെ കൊല്ലാനായിട്ടങ്ങ് പുറപ്പെട്ടു. പെട്ടെന്ന് തന്നെ കംസനെ തടഞ്ഞു നിർത്തി സമാധാനിപ്പിച്ച് വാക്കുകൾ കൊണ്ട് നാരദ മഹാമുനി ഇപ്പോൾ കേശിയെ ഭഗവാൻ കൊന്നതറിഞ്ഞപ്പോൾ ഗോകുലത്തിൽ തന്നെ ചെന്ന് ഭഗവാൻ അടുക്ക ചെന്ന് ഭഗവാനെ സ്തുതിച്ചു വാഴ്ത്തി. കാരണം അതിനാണല്ലോ നാരദ മഹാമുനി ഈ ലോകം മൊത്തവും സഞ്ചരിക്കുന്ന. എവിടെയെങ്കിലും എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അറിയിക്കേണ്ടെന്ന കടമയാണ് നാരദ മഹാമുനി. അതുകൊണ്ടാണല്ല നാരദ മഹാമുനി തെറ്റൊന്നുമല്ല ചെയ്യുന്നത്. കംസൻ അറിയാതെ കടന്നു പോകാനല്ലേ എന്ന് കരുതി പറഞ്ഞതാ. കാരണം എപ്പോഴെങ്കിലും കംസൻ്റെ ഭടന്മാർ, കാരണം ഈ അസുരന്മാരെയൊക്കെ ഓരോരുത്തരായി പറഞ്ഞു വിട്ടെങ്കിലല്ലേ ഭഗവാൻ ഇവരെയൊക്കെ വധിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ നാരദ മഹാമുനി തെറ്റൊന്നും തന്നെ ചെയ്യുന്നില്ല. ഈ ദുഷ്ടരായവരെയൊക്കെ വധിക്കാനും ജനങ്ങൾക്ക് ധർമ്മം രക്ഷിക്കാനും ഭക്തന്മാരെ രക്ഷിക്കാനും ഒക്കെ ആണല്ലോ ഭഗവാൻ അവതരിച്ചത്. അതിനൊരു കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ? അല്ലാതെ ഇരുന്ന കംസൻ എങ്ങനെ അറിയും ഈ കുട്ടി കൃഷ്ണൻ നന്ദഗോപരുടെ അവിടെയാണ് വളരുന്നതെന്ന്? അതുകൊണ്ട് സ്വന്തം മകനല്ല, അത് വസുദേവരുടെ മകനാണ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ കബളിപ്പിച്ചു. അതായത് ദേവകിയുടെ പുത്രിയായിട്ട് 8ാമത്തെ പുത്രിയാണെന്ന് കരുതി കൊടുത്ത് അയാൾ വിശ്വസിച്ച് അതിനെ കൊല്ലാൻ ചെന്നു. അപ്പോൾ അത് കന്യക വഴുതി ആകാശത്തേക്ക് പോയപ്പോൾ നിന്റെ അന്തകൻ അവതരിച്ചിട്ടുണ്ട് എന്ന് ആ ദേവിയായ കാളീദേവിയായി നിന്ന ആ കുഞ്ഞാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ഒന്നും കൂടെ ബലപ്പെടുത്തി കൊടുത്തു ഈ നാരദ മഹാമുനി. അതുകൊണ്ടാണ് കംസൻ ഈ ദുഷ്ടന്മാരെയൊക്കെ അയക്കുന്നത് ഭഗവാന്റെ അടുക്കലേക്ക്. എന്നാലല്ലേ, അല്ല ഭഗവാൻ നേരിട്ട് അങ്ങോട്ട് നിന്ന് കൊല്ലാൻ അത് നടക്കാത്ത കാര്യം. ഭഗവാൻ അങ്ങനെ ചെയ്യത്തില്ല. ഭഗവാനെ ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചാലേ ഭഗവാൻ അവിടെ എല്ലാം നടത്തുകയുള്ളൂ. അതുകൊണ്ടാണ് നാരദ മഹാമുനി അങ്ങനെ ഈ കംസനോട് ഇതെന്ന് അറിയിച്ചത്. നമുക്ക് ഇത് മനസ്സിലാക്കിയാൽ മതി. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.